സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. നീലവിരീട്ട ജാലകം ഭാഗം 2. കല്യാണി സമയത്തിന് വേണ്ടി ഒരു ഫീച്ചർ തയ്യാറാക്കുകയായിരുന്നു. പെട്ടെന്നാണ് ടെലിഫോൺ ശബ്ദിച്ചത്. ചെന്നെടുത്തപ്പോൾ ചിന്തുവാണ്. എന്തരപ്പി? അവൾ ആരാഞ്ഞു. തമാശയുടെ നേരമല്ല. അപ്പുറത്തു നിന്ന് ചിന്തുവിന്റെ ഗൗരവസ്വരം. എങ്കി കാര്യം പറയൂ. നമ്മൾ വൈകുന്നേരം കണ്ടപ്പോൾ എന്റെ മാലയിൽ കോർത്തിരുന്ന സ്വർണ്ണ ആലില അതിലുണ്ടായിരുന്നതായി ഓർക്കുന്നുണ്ടോ? ചിന്തുവിന്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടെന്നറിയാമെന്നല്ലാതെ ആഭരണഭ്രമമില്ലാത്തതിനാൽ അതേത് തരമാണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അതിലെ സ്വർണ്ണ ആലില കാണും? ആ സ്വർണ്ണ ആലിലയിൽ എന്റെ പേര് കൊത്തിയിട്ടുണ്ട്. അത് വായിച്ചാണല്ലോ ചിന്തു പറയും മുമ്പ് മേനക ഉണ്ണി ചിന്തുവിന്റെ പേര് മനസ്സിലാക്കിയത് അല്ലേ? അക്കാര്യം ചിന്തു എന്നോട് വൈകുന്നേരം പറഞ്ഞത് ഓർക്കുന്നു. അപ്പോഴങ്ങ് നീ എന്റെ മാലയോ മാലയിൽ ആലിലയോ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. ഞാൻ അപ്പോൾ ഓർത്തത് മറ്റൊരു കാര്യമാണ്. മാലയിലെ ലോക്കറ്റിൽ പേര് കൊത്തിയതിനു പകരം നെറ്റിയിൽ ആ പേര് പച്ച കുത്തി വെക്കുകയായിരുന്നല്ലേ ഏറെ സ്റ്റൈലെന്ന്. ആളുകൾക്ക് എളുപ്പം വായിക്കാമല്ലോ. കല്ലു, ഇത് തമാശയുടെ കാര്യമല്ല. എങ്കി കാര്യം എന്താണെന്ന് പറയൂ ചിന്തു. ഇപ്പോൾ ആ ലോക്കറ്റ് കാണാനില്ല. കല്യാണി ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ ചോദിച്ചു, ലോക്കറ്റ് മാത്രമോ അതോ മാലയും കാണാനില്ലേ? മാലയുണ്ട്. മാലയിൽ കൊടുത്തിരുന്ന ലോക്കറ്റില്ല. അഴിഞ്ഞു പോകാൻ യാതൊരു ചാൻസുമില്ല. പറഞ്ഞു വരുന്നത് ഞാനത് മോഷ്ടിച്ചെന്നോ മറ്റോ ആണോ? കഴുതേ, ചിന്തു ആട്ടി. ഞാൻ പറഞ്ഞല്ലോ, ആ ലോക്കറ്റിലെ എഴുത്ത് വായിച്ചാണ് മേനക ഉണ്ണി എന്റെ പേര് മനസ്സിലാക്കിയതെന്ന്. ആ സ്ഥിതിക്ക് ഞാൻ അറിയാതെ അവൾ ആ ലോക്കറ്റ് സസൂക്ഷ്മം ശ്രദ്ധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തം. മാലയിൽ അങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്ന കാര്യം ഞാൻ പോലും മറന്നിരുന്നു. അതുകൊണ്ടാണ് മേനക എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ അമ്പരുന്നത്. എന്റെ സ്വീറ്റ് ഹാർട്ടായ നീ പോലും ആ ലോക്കറ്റ് ശ്രദ്ധിച്ചിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാൽ മേനക ഉണ്ണി ആദ്യ കാഴ്ചയിൽ തന്നെ അത് കണ്ടുപിടിച്ചു. അതോടെ അത് നഷ്ടമാവുകയും ചെയ്തു. ആ കണ്ണു തട്ടിയതോടെ. ആട്ടെ, എത്ര പവനുണ്ട് ആ ആലില? പവന്റെ തൂക്കമല്ല പ്രശ്നം. എന്നാലും 1 പവൻ കാണും, അത്രയുള്ളൂ. വൈകുണ്ഠം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഞാൻ കണ്ട ആ സുന്ദരി മേയ് നിറയെ പൊന്നണിഞ്ഞിരിക്കുന്നതായാണ് തോന്നിയത്. അത്രയും വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നവൾ ഈ 1 പവൻ മോഷ്ടിക്കുമോ? മോഷ്ടിച്ചുവെന്നല്ല, മേനകയുടെ മായകളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. വഴിയിലെങ്ങാൻ ഓരിപ്പോയതാണെങ്കിലോ? അങ്ങനെ പോകാൻ വഴിയില്ല. കൊളുത്ത് നന്നായി ഉറപ്പിച്ചിട്ടിരുന്നതാണ്. എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്? അല്പം മുമ്പ് ഏടത്തിയമ്മ പറഞ്ഞപ്പോ. അപ്പോ ആ ലോക്കറ്റ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ മേനകയുണ്ട്. സംശയമെന്താ? ചിന്തു എന്ന പോലീസ് ഇൻസ്പെക്ടർക്ക് ഇപ്പോൾ മേനകയുടെ മാന്ത്രിക ശക്തി ബോധ്യമായിരിക്കുന്നു. കളിയാക്കണ്ട, അവളൊരു സാധാരണക്കാരിയല്ല, തീർച്ച. എങ്കിൽ ഇനിയെങ്കിലും അവരോട് കളിക്കാൻ പോവാതിരുന്നൂടെ? ഗവേഷണ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയേക്ക്. നോ, 1 പവന്റെ സ്വർണ്ണാലില്ല പോയെങ്കിൽ പോട്ടെ, ഞാൻ അവളെ വിടില്ല. ഇനിയും എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. ഭയപ്പെടുത്തേണ്ട. നിന്നെപ്പോലെ അത്ര വേഗം പിന്തിരിയാൻ ഞാൻ തയ്യാറല്ല. ഞാനും പൂർണ്ണമായും പിന്തിരിഞ്ഞിട്ടൊന്നുമില്ല. മേനകയുമായുള്ള എന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിന്തു അടക്കം എല്ലാവരും എന്നെ ശരിക്കും അക്കാറാക്കി. എന്റെ അച്ഛൻ പറഞ്ഞത് എനിക്കെന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എന്റെ ഓഫീസിലെ വില്ലന്മാരുടെ അടുത്ത് ഞാൻ വിഷയം അവതരിപ്പിച്ചതേയില്ല. പിന്നെ ചിന്തുവിനെ പോലെ എനിക്ക് ആ സ്ത്രീയോട് ആകർഷണമൊന്നും തോന്നിയിട്ടുമില്ല. ആഹാ, എനിക്കിട്ട് വെക്കുകയാണോ? സത്യത്തിൽ നിന്റെ അവസ്ഥ തന്നെയാണ് എന്റേതും. നടന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനോടും പറയാൻ നിവൃത്തിയില്ല. എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു കളയും. കണ്ണടച്ച് വിശ്വസിക്കുന്ന എന്റെ പരമസാധുവായ ഏട്ടത്തിയമ്മ പോലും ഇത് കേട്ടാൽ തലക്കിട്ട് ഞോടും. ഏട്ടത്തിയമ്മയോട് പറഞ്ഞായിരുന്നോ? പറയുന്നതെങ്ങനെ? ഏട്ടത്തിയമ്മയോട് പറഞ്ഞാൽ അടുത്ത നിമിഷം അത് ഏട്ടനും അറിയും. മൂപ്പർ എന്നെ ഉടനടി വല്ല ഊളംപാറയിലും കൊണ്ടാക്കും. കല്യാണി ചിരിച്ചുപോയി. എങ്കിലൊരു കാര്യം ചെയ്യാം. തൽക്കാലം സംഗതികൾ നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് പയ്യെ പ്രൊസീഡ് ചെയ്യാം. എന്തായാലും ഞാൻ നാളെ ഗോപാലപുരത്തിന് പോകും. എന്റെ സ്വർണ്ണാലില പോയ വഴി കണ്ടെത്തണം. നാളെ എനിക്ക് ലീവില്ല. ഈ ആഴ്ചയുടെ അവസാനമാണെങ്കിൽ ഞാൻ വരാം. കല്യാണി പറഞ്ഞു. നീ വരണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കോളാം. ചിന്തു അങ്ങനെ തനിച്ച് ആ സൗന്ദര്യധാമത്തെ കാണാൻ പോകുന്നത് എനിക്കങ്ങ് സുഖിക്കുന്നില്ല എന്ന് പറയുമായിരുന്നു. നീ പോടിയൊന്ന്. ഫോണ് ഡിസ്കണക്റ്റായി. ആരായിരുന്നു മോളെ? ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ കല്യാണിയോട് രാമൻ മേനോൻ ചോദിച്ചു. ചിന്തു. ഞങ്ങൾ അവിടെ ചെന്നിരുന്ന കാര്യമാണോ പറഞ്ഞത്? ഏയ്, അതേപ്പറ്റി പറഞ്ഞതേയില്ല. പിന്നെന്താ? ചിന്തുവിന്റെ കഴുത്തിലെ മാലയിൽ കോർത്തിരുന്ന സ്വർണ്ണാലില കളഞ്ഞു പോയത്രേ. ചിന്തുവിന്റെ പേര് കൊത്തിയ ആലിലയാണ്. കക്ഷി ഇന്ന് മേനക ഉണ്ണിയെ കാണാൻ പോയിരുന്നു. ചിന്തു പറയും മുമ്പ് അവർ ചിന്തുവിന്റെ പേര് പറഞ്ഞു പോലും.
ആ സ്വർണ്ണാലിലയിലെ എഴുത്ത് വായിച്ചാണ് അത് മനസ്സിലാക്കിയതെന്ന് സമ്മതിക്കുകയും ചെയ്തു. ക്ലൈമാക്സ് അതല്ല. ചിന്തു വീട്ടിലെത്തിയപ്പോൾ മാലയിൽ കോർത്തിരുന്ന സ്വർണ്ണാലിലയില്ല. മേനക എന്തോ വിദ്യ പ്രയോഗിച്ചതാണെന്നാണ് ചിന്തു പറയുന്നത്. അട്ട സ്റ്റുപ്പിഡിറ്റി. കൊളുത്തകന്ന് എവിടെ ഊരിപ്പോയതാകും. അത് ഞാൻ പറഞ്ഞിട്ട് ചിന്തു സമ്മതിക്കുന്നില്ല. അവർ വേറെയും എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചത്രേ. കൊള്ളാം, നിന്റെ കിറുക്ക് അവന് പകർന്നതാവും. ഇന്നത്തെ തലമുറ പഴയകാല അന്ധവിശ്വാസങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നാണ് ഇപ്പോൾ എന്റെ സംശയം. ഛേ, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്തത്? ഗോപാലപുരത്തെ തെരുവോരങ്ങളിൽ താമസിക്കുന്ന നിരക്ഷരർ പ്രചരിപ്പിച്ച അപവാദകൾകൾ നിങ്ങൾ അപ്പാടെ വിശ്വസിച്ചു, നാണമില്ലാതെ. എന്നിട്ട് ചോരയും നീരുമുള്ള ഒരു മനുഷ്യപ്പെണ്ണിനെ പ്രേതമോ പിശാചോ യക്ഷിയോ ഒക്കെ ആക്കി മാറ്റാനുള്ള പുറപ്പാടാണ്. എന്നെങ്കിലും ആ സ്ത്രീയെ കണ്ടാൽ അച്ഛന്റെ അഭിപ്രായം മാറും. ഒരിക്കലുമില്ല. പ്രതിഭാധനയായ ഒരു കവയത്രിയാണ് അവർ. ഏകാന്തത ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അല്ലെങ്കിലും വ്യത്യസ്തമായ ചിന്തകളുള്ളവർക്ക് സമൂഹത്തിലെ സാധാരണക്കാരുമായി മിങ്കിൾ ചെയ്തു പോകാൻ പറ്റില്ല. തങ്ങളുടെ തരക്കാരല്ലാത്തവരെ പറ്റി വിസ്മയം കലർന്നതും അടിസ്ഥാനമില്ലാത്തതുമായ വാർത്തകൾ സൃഷ്ടിക്കാൻ മിടുക്കരാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. എന്തോ ശരിയാവാം, തെറ്റാവാം. നിനക്കുണ്ടായ അനുഭവം തന്നെ എടുക്കാം. മേനകയെക്കുറിച്ച് നിനക്ക് ലഭിച്ച വിവരങ്ങൾ, ആദ്യ അറിവുകൾ പോലും തെല്ല് വിസ്മയകരമായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വാക്കുകൾ നിന്നിലൊരു മുൻവിധിയുണ്ടാക്കി. അവരുടെ കൊട്ടാരത്തിൽ നിന്നുണ്ടായ അനുഭവമാണെങ്കിൽ ഏറെ വിചിത്രം. ആ അവസ്ഥയിലാണ് നീ അവരുടെ പടമെടുക്കാൻ ശ്രമിച്ചത്. ഫിലിമിൽ മേനകയുടെ പദം പടിഞ്ഞതുമില്ല. മേനകയുടെ പടമെന്നല്ല, യാതൊന്നും ഫിലിമിൽ പതിഞ്ഞില്ല. വെറുതെ എക്സ്പോസ്ഡ് ആയിപ്പോയി. അതെ, കാരണം നീ എങ്ങനെയോ ആ ക്യാമറ മിസ് ഹാൻഡിൽ ചെയ്തു. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുള്ള സാധനമല്ലേ. ഫോട്ടോഗ്രാഫി വലിയ പിടിയില്ലെങ്കിലും അപ്പോൾ തന്നെ ആ ക്യാമറ എന്റെ കൈവശം എത്തിയിരുന്നെങ്കിൽ നിനക്ക് സംഭവിച്ച അബദ്ധമെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് അതേപ്പറ്റി ഏതെങ്കിലും വിദഗ്ധ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു നോക്കാം. വേണ്ട, ഇനി മറ്റൊരാൾ കൂടി ഇതൊന്നും അറിയണ്ട. വെറുതെ എന്തിന് പരിഹാസം കേൾക്കണം? ശരി, എങ്കിൽ മേനക ഉണ്ണി അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ആഴമുള്ള കവിതകൾ എഴുതട്ടെ. നീ നിന്റെ ഓഫീസിലെ ജോലികൾ ചെയ്യുക. ചിന്തു വല്ല കള്ളനെയോ കൊലപാതകയോ തേടി പോകട്ടെ. വല്ലയിടത്തും സമാധാനമായി ജീവിക്കുന്ന ആളുകളെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണ്? കല്യാണിക്ക് ആ അഭിപ്രായം സ്വീകാര്യമായിരുന്നു. എന്നാൽ ചിന്തു പിറ്റേന്ന് അതിരാവിലെ തന്നെ ഷട്ടിൽ തീവണ്ടിക്ക് ഗോപാലപുരത്തേക്ക് പുറപ്പെട്ടു. മനഃപൂർവ്വമാണ് അവൻ ബൈക്ക് എടുക്കാതിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചു. വൈകുണ്ഠം കൊട്ടാരം എന്നാണ് ഓട്ടോറിക്ഷയുടെ ഡ്രൈവറോട് പറഞ്ഞത്. സംശയമൊന്നും ചോദിക്കാതെ അയാൾ വണ്ടി വിട്ടു. അല്പം നീങ്ങിയപ്പോൾ ചിന്തു അയാളോട് ചോദിച്ചു, ഈ വൈകുണ്ഠം കൊട്ടാരത്തിൽ തന്നെയല്ലേ മേനക ഉണ്ണി താമസിക്കുന്നത്? മേനക ഉണ്ണിയല്ല, ഉണ്ണിയമ്മ. തിരിഞ്ഞു നോക്കാതെയാണ് അയാൾ പറഞ്ഞത്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഉണ്ണിയമ്മ എങ്ങനെയാണ്? എങ്ങനെയെന്ന് ചോദിച്ചാൽ അതറിയാതെയാ ഇങ്ങോട്ട് പോന്നത്? കേട്ടുകേൾവികളേയുള്ളൂ. വലിയ മന്ത്രവാദിനിയാണെന്നൊക്കെ കേൾക്കുന്നു. എനിക്കൊരാവശ്യമുണ്ടായിരുന്നു. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും വശീകരിച്ച് എനിക്ക് അവളെ സ്വന്തമാക്കണം. ഈ ഉണ്ണിയമ്മ വിചാരിച്ചാൽ. ഓട്ടോ ഡ്രൈവർ പൊട്ടിച്ചിരിച്ചു. മധ്യവയസ്കനായ ഈ ഡ്രൈവറുടെ വണ്ടിയിലായിരിക്കില്ല കല്യാണി എന്ന് കയറിയിരിക്കുന്നെന്ന് ചിന്തുവിന് തോന്നി. ഇയാൾ മറ്റൊരു തരക്കാരനാണ്. എന്ത് ചിരിക്കുന്നത്? ചിന്തു ചോദിച്ചു. ചിരിക്കാതിരിക്കുന്നതെങ്ങനെ? വൈകുണ്ഠം പാലസിലെ ഉണ്ണിയമ്മ തമ്പുരാട്ടിയെ കണ്ട നിങ്ങൾക്ക് പിന്നീട് മറ്റൊരു പെണ്ണിനെ വശീകരിക്കേണ്ട ആവശ്യമേ വരില്ല. അതെന്താ? ഉണ്ണിയമ്മയുടെ വശീകരണ മന്ത്രത്തിൽ നിങ്ങൾ വീണുപോകും. ഇത്രയ്ക്കൊരു സുന്ദരിയെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടാൽ ഒരു ഉണ്ണി പെൺകിടാവായി തോന്നുമെങ്കിലും നിങ്ങളുടെ അമ്മൂമ്മയുടെ അത്രയെങ്കിലും പ്രായമുണ്ടാവും. നിങ്ങൾ ആ കണ്ണി പെട്ടുപോയാൽ, ആ കണ്ണുകൾ നിങ്ങളെ ആവാഹിച്ചാൽ, പിന്നെ നിങ്ങൾ ആ കാൽച്ചുവട്ടില്ല. പറിച്ചെറിഞ്ഞാലും പോവില്ല. നിങ്ങളെപ്പോലെ കാണാൻ നല്ല ഭംഗിയുള്ള കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരെ അവർക്ക് വേണ്ടു. ഒരിക്കൽ കണ്ടാ മതി. 7 കടൽ നീന്തിക്കടന്നും 7 കോട്ട ചാടിക്കടന്നും നിങ്ങൾ വീണ്ടും അവിടെ എത്തും. അതാണ് ഉണ്ണിയമ്മയുടെ മിടുക്ക്. തളർച്ചയാൽ ചിന്തു പിന്നിലേക്ക് ചാഞ്ഞുപോയി. അവൻ കാണാതെ ഓട്ടോ ഡ്രൈവർ ചിരി കടിച്ചമർത്തുകയായിരുന്നു. പൂക്കളുടെ ഒരു നിര, മുല്ലയുടെയും റോസിന്റെയും സുഗന്ധം, ഒപ്പം ചന്ദനത്തിരിയുടെയും. പൂർണ്ണത്രയീശി ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരുന്ന ഓട്ടോറിക്ഷ. വണ്ടി നിർത്ത്, പെട്ടെന്ന് ചിന്തു പറഞ്ഞു. വണ്ടിയുടെ വേഗം കുറച്ചുകൊണ്ട് ഡ്രൈവർ തിരിഞ്ഞു നോക്കി. വൈകുണ്ഠം കൊട്ടാരല്ല എന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ ഇറങ്ങിയാണ്. വണ്ടിയിൽ മീറ്റർ ഉണ്ടായിരുന്നില്ല. ഏകദേശ ദൂരം കണക്കാക്കി ചിന്തു ഓട്ടോക്കൂലി നീട്ടി. അതിലേക്ക് ഒന്ന് നോക്കിയിട്ട് മുഖം തിരിച്ചു പിടിച്ച് അയാൾ കൽപ്പിച്ചു, ഇത് പോരല്ലോ സാറേ.
കൂടുതൽ വേണമെന്ന് നിർബന്ധമാണോ? ചിന്തുവിന്റെ സ്വരമാറ്റം ഡ്രൈവറെ ചിന്തിപ്പിച്ചു. അയാൾ ചിന്തുവിനെ നോക്കി. ആ മുഖം കണ്ടപ്പോൾ എന്തോ സംശയം. ചിന്തു തിരിഞ്ഞ് ഓട്ടോറിക്ഷയുടെ നമ്പർ ശ്രദ്ധിച്ചു. ഷോൾഡർ ബാഗിൽ നിന്ന് ഡയറി എടുത്ത് അതിൽ കുറിച്ചു. ആ പോട്ടെ സാറേ, തൽക്കാലം അത് മതി. ഡ്രൈവർ ഒതുങ്ങി. അങ്ങനെ കുറയ്ക്കേണ്ട, ചിന്തു പറഞ്ഞു. ഒന്ന് ശങ്കിച്ചു നിന്നിട്ട് അയാൾ അത് വാങ്ങി. കന്നത്തിലൊന്ന് മൂളിയിട്ട് ചിന്തു ഡയറി ഷോൾഡർ ബാഗിൽ തന്നെ നിക്ഷേപിച്ചു. ഓട്ടോ ഡ്രൈവർ വണ്ടി തിരിച്ച് ധൃതിയിൽ സ്ഥലം വിട്ടു. ചിന്തു ചുറ്റും കണ്ണോടിച്ചു. ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ, ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ, അകത്തുനിന്ന് ഭജന കേൾക്കുന്നുണ്ട്. പ്രഭാതത്തിന്റെ കുളിരും പ്രസരിപ്പും നിറഞ്ഞ പരിസരം. വെളുപ്പിനെ പുറപ്പെടുമ്പോൾ ബെഡ് കോഫി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. വയറെരിയാൻ തുടങ്ങിയിരിക്കുന്നു. നിന്ന നിൽപ്പിലുള്ള തിരച്ചിലിൽ പഴയ തരത്തിൽപ്പെട്ട ഒരു പോറ്റി ഹോട്ടൽ ചിന്തുവിന്റെ കണ്ണിൽപ്പെട്ടു. ചില്ലലമാരയിൽ ഇഡ്ഡലിയും ദോശയും പുട്ടും കൂട്ടിവെച്ചിരിക്കുന്നു. ചിന്തു സാവധാനം പോറ്റിക്കടയിലേക്ക് നടന്നു. തിരക്ക് തീരെയില്ല. ഗോപാലപുരത്ത് പുറത്തുനിന്നുള്ള സന്ദർശകർ കുറവാണെന്ന് തോന്നുന്നു. നാട്ടുകാർ ചായക്കടകളെ ആശ്രയിക്കുന്നവരുമായിരിക്കില്ല. പൂർണ്ണത്രയീശനെ തൊഴുവാൻ വന്നവരാകും. ചെറുപ്പക്കാരായ ഒരച്ഛനും അമ്മയും മിടുക്കിയായ ഒരു കുഞ്ഞുമോളും മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ. ചിന്തു അവർക്കെതിരെയുള്ള ഇരിപ്പിടത്തിൽ സ്ഥലം പിടിച്ചു. എന്തേ വേണ്ടത്? മുഷിഞ്ഞ പൂണൂൽ ധരിച്ച വൃദ്ധൻ ചോദിച്ചു. പുട്ട്, കടല, ചായ. നിമിഷങ്ങൾക്കുള്ളിൽ ആവി പറക്കുന്ന പുട്ടും പ്ലേറ്റിൽ കടലയും എത്തി. വൃദ്ധൻ ഒരാൾ തന്നെയാണ് വിളമ്പുന്നതും പണം വാങ്ങി പെട്ടിയിലിടുന്നതും. അകത്ത് ചായ തയ്യാറാക്കാൻ ഒരാൾ കൂടിയുണ്ടെന്ന് തോന്നുന്നു. ഗോപാലപുരത്തിന്റെ ജീർണത ഈ ചായക്കടയിലുമുണ്ട്. ചിന്തുവിന്റെ ഓർമ്മയിൽ പൊടുന്നനെ മേനക ഉണ്ണിയുടെ രൂപം തെളിഞ്ഞു. അപവാദിനിയായ മേനക. നിങ്ങളെപ്പോലെ കാണാൻ നല്ല ഭംഗിയുള്ള കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ അവർക്ക് വേണ്ടു. ഓട്ടോ ഡ്രൈവറുടെ വാക്കുകൾ കാതിലെത്തി. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കല്യാണിക്ക് ഇന്റർവ്യൂ അനുവദിക്കാതിരുന്നവളാണ് മേനക. അവളുടെ മുന്നിലൊന്ന് പ്രത്യക്ഷപ്പെടാൻ പോലും മനസ്സ് കാട്ടിയില്ല. എന്നാൽ തനിക്കുണ്ടായ അനുഭവം വ്യത്യസ്തമാണ്. ഓരോ അനുഭവവും ഒരിക്കൽ കണ്ടാ മതി. 7 കടൽ നീന്തിക്കിടന്നും 7 കോട്ട ചാടിക്കടന്നും നിങ്ങൾ വീണ്ടും ഇവിടെ എത്തും. അയാളുടെ അറിയിപ്പ് ശുദ്ധമടയത്തരമാണെന്ന് കരുതുക വയ്യ. തന്നെ വീണ്ടും ഇവിടേക്ക് വരുത്തിയിരിക്കുന്നു. ആ ഹാലിലെയാണോ കാരണം? അതോ മേനകയുടെ വശീകരണ മന്ത്രമോ? മേനകയ്ക്ക് തന്റെ അമ്മയാവാനുള്ള പ്രായമുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ഇക്കൂട്ടർക്ക് പ്രായം തോന്നുകയില്ലത്രേ. ഇക്കൂട്ടർ എന്ന് പറയുമ്പോൾ മേനക വല്ല യക്ഷിയോ കിന്നരിയോ മറ്റോ ആണെന്നാണോ അയാൾ സൂചിപ്പിച്ചത്? പോറ്റി ഒച്ചയോടെ ഡെസ്കിൽ ചായ ഗ്ലാസ് കൊണ്ടുവച്ചപ്പോൾ ചിന്തു ഞെട്ടിയുണർന്നു. എതിരിലിരുന്ന അച്ഛനും അമ്മയും മകളും പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഹോട്ടലുടമയായ പോറ്റിയും ചിന്തുവും മാത്രം. വൈകുണ്ഠം കൊട്ടാരം അറിയുമോ? തക്കത്തിൽ ചിന്തു പോറ്റിയോട് ചോദിച്ചു. ഉവ്വല്ലോ, ഈ രാജവീതി അവസാനിക്കുന്നത് അവിടെയാണ്. അവിടെ മേനക ഉണ്ണി എന്നൊരു സ്ത്രീയുണ്ടല്ലോ, അവരെ അറിയുമോ? അറിയുമോന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. അത്ര പ്രായമൊന്നുമില്ല, ചെറിയ പെൺകിടാവാ. എന്തേ, അതിനെ കാണാൻ വന്നതാണോ? ആ, പ്രസിദ്ധ കവയിത്രിയല്ലേ, ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. പത്രത്തിനാവും. അതെ. ഒരു ചില്ല് പുട്ടുകൂടി വെക്കട്ടെ? പോറ്റിയുടെ അടുത്ത ചോദ്യം. മേനക ഉണ്ണിയും ഇന്ന വിഷയത്തിൽ മറ്റുള്ളവർക്കുള്ളത്ര താല്പര്യമോ അത്ഭുതമോ പാവം പോറ്റിക്കില്ലെന്ന് വ്യക്തമായി. ആയിക്കോട്ടെ, ചിന്തു സമ്മതിച്ചു. പോറ്റി ഒരു ചില്ല് പുട്ടുകൂടി ചിന്തുവിന്റെ പ്ലേറ്റിൽ കൊണ്ടുവച്ചു. പോറ്റിയുടെ പുട്ടിന് അതിശയകരമായ രുചിയുണ്ടായിരുന്നെങ്കിലും അതല്ല ചിന്തുവിനെ അവിടെ തടഞ്ഞു വെച്ചത്. പോറ്റിയിൽ നിന്ന് എന്തെങ്കിലും കൂടി. ഈ വൈകുണ്ഠം കൊട്ടാരത്തിൽ തന്നെയാണോ അവർ ജനിച്ചു വളർന്നത്? അതോ മറ്റെവിടെയെങ്കിലും നിന്ന് ഗോപാലപുരത്ത് എത്തിയതാണോ? ഞാനിവിടെ വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ. അതുവരെ ഈ ഹോട്ടൽ നടത്തിയിരുന്നത് എന്റെ ജ്യേഷ്ഠനാണ്. മൂപ്പരുടെ മരണശേഷമാണ് ഞാൻ മംഗലാപുരത്ത് നിന്ന് ഇവിടെ എത്തിയത്. മേനക ഉണ്ണിയെപ്പറ്റി പല അത്ഭുത കഥകളും കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടത്തെ തെരുവോരത്ത് ജീവിക്കുന്നവർക്ക് എന്താ പറയാൻ വയ്യാത്തത്? കോവിലകങ്ങളിലെ തൊഴിലില്ലാത്ത തമ്പുരാട്ടിമാരും ഒട്ടും മോശമല്ല. അവരുടെ ബാല്യക്കാരികളും. ഗോപാലപുരത്തിന്റെ പ്രത്യേകതയാത്. 2 തരം ആൾക്കാരെ ഇവിടെയുള്ളൂ. തെരുവിൽ ജീവിക്കുന്നവരും കൊട്ടാരത്തിൽ ജീവിക്കുന്നവരും. 2 കൂട്ടരും ഒരുപോലെ അന്ധവിശ്വാസികളും അപകടകാരികളുമാ. അപ്പോ മേനക ഉണ്ണിയെക്കുറിച്ച് അധികമൊന്നും പോറ്റിക്കറിയില്ല. 4-5 വർഷം മുമ്പാണത്രേ ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങി താമസം ആരംഭിച്ചത്. ആരുടെയും ഇണക്കമില്ലാത്ത സൈസാ. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തൊട്ട് ആളുകൾ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഗോപാലപുരം രാജവംശത്തിന്റെ ഏതോ താവഴിയിൽപ്പെട്ടതാണെന്ന് കേൾക്കുന്നു.
തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അതിനോട് ഒരു ബന്ധവും ഭാവിക്കാറില്ല. അപവാദം പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാറുമില്ല. ഒരു ചോദ്യം കൂടി. കോവിലകത്തെ ആരെങ്കിലും ചെന്ന് കണ്ടാൽ മേനയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? കോവിലകം എന്ന് പറഞ്ഞ കുറേ കുടുംബങ്ങളുണ്ട്. രവിവർമ്മ തമ്പുരാനാണ് ഇപ്പോഴത്തെ നേതൃസ്ഥാനം. അദ്ദേഹത്തിന് വല്ലതും അറിയാമോന്ന് പരീക്ഷിച്ചോളൂ. അപ്പോഴേക്കും ഹോട്ടലിലേക്ക് 2-3 പേർ കയറി വന്നു. വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് ചിന്തു രവിവർമ്മ തമ്പുരാന്റെ കൊട്ടാരത്തിലെത്തി. ജീർണിച്ച കെട്ടുകൾ, പഴമയുടെ മണമുള്ള ഹാൾ, മേൽക്കുരയിൽ എവിടെയോ പ്രാവുകൾ കുറുങ്ങുന്ന ശബ്ദം. പറയുമ്പോ ഒരു കഥ തന്നെ പറയേണ്ടി വരും. രവിവർമ്മ തമ്പുരാൻ തുടങ്ങി. സത്യത്തിൽ കുലംകുത്തുന്ന പണിയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാമ്മയായിരുന്നു ഉണ്ണിരാമവർമ്മ. നല്ല പ്രായത്തിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്ന മൂപ്പർ വയസ്സുകാലത്ത് ഒരു നായർ സ്ത്രീയുമായി ബാന്ധവത്തിലായി. നായർ സ്ത്രീയാണ് നല്ല കുഴപ്പം. അവളൊരു പിഴച്ചവൾ കൂടിയായിരുന്നു. രാജകുടുംബത്തിന് മൊത്തം അപമാനമുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. ആ വൃത്തികെട്ട ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ആ സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചപ്പോഴാണ്. ആ പെൺകുട്ടിയാണത്ര മേനക. അപ്പോ മേനകയിൽ രാജരക്തമുണ്ട്. തീർപ്പ് കൽപ്പിക്കേണ്ട. തമ്പുരാൻ ഉറക്കെ ചിരിച്ചു. അവൾ അമ്മാമയെ പറ്റിച്ചുണ്ടോ എന്ന് ആർക്കറിയാം. ഏതായാലും ഈ മേനക കൈക്കുഞ്ഞാരിക്കെ തന്നെ ആ കുടുംബം അങ്ങ് വടക്കുള്ള ചന്ദനൂർ കോവിലകത്തേക്ക് പോയി. ഗോപാലപുരം രാജകുടുംബത്തിന്റെ എതിർപ്പ് അത്രയ്ക്കുണ്ടായിരുന്നു എന്ന് കരുതിക്കോളൂ. 19 വർഷം പഴക്കമുള്ള കഥയല്ലേ. 50 വർഷം പഴക്കമോ? അതെ. അപ്പോൾ ഈ മേനകയ്ക്ക് എത്ര വയസ്സുണ്ടാകും? അത്രയും തന്നെ ഉണ്ടെന്ന് വെച്ചോളൂ. കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ചിന്തു വിളറി. ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് സത്യമാണോ? തന്റെ അമ്മയാവാനുള്ള പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കണ്ടാൽ ഒരു 25-ലധികം തോന്നില്ലെന്ന് കേൾക്കുന്നു. ഞാനിതുവരെ നേരിൽ കണ്ടിട്ടില്ല. ചിന്തു ശബ്ദിക്കാനാവാതെ ഇരുന്നതേയുള്ളൂ. വലിയ മായക്കാരിയാണെന്ന് ജന പറയുന്നു. പ്രായം കുറച്ച് തോന്നിപ്പിക്കുന്നതും അവളുടെ എന്തോ മായാജാലമെന്നായിരിക്കും. ചന്ദനൂരേക്ക് പോയ അവരെങ്ങനെ വീണ്ടും ഗോപാലപുരത്തെത്തി? ചിന്തു ചോദിച്ചു. ചന്ദനൂരേക്ക് പോയ പിന്നെ ആ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, അന്വേഷിച്ചുമില്ല. 4-5 വർഷം മുമ്പ് ഇവിടെ എത്തി. വൈകുണ്ഠം കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയപ്പോഴാണ് ജനം പറയാൻ തുടങ്ങിയത് ഈ മേനക ഉണ്ണി പഴയ ഉണ്ണിരാമവർമ്മയുടെ മകൾ തന്നെയാണെന്ന്. ക്ഷേത്രത്തിൽ വെച്ച് അഭിമുഖമായി കണ്ടാലും ഗോപാലപുരം കോവിലകത്തെ ഒരു കുഞ്ഞും അവളെ കണ്ടതായി നടിക്കാറില്ല. ഒരക്ഷരം ഉരിയാടാറുമില്ല. അവൾ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. രവിവർമ്മ തമ്പുരാന്റെ അടുത്ത് നിന്ന് ചിന്തു നേരെ പോയത് വൈകുണ്ഠം കൊട്ടാരത്തിലേക്കാണ്. പൂമുഖവാതിൽക്കലെത്തി മെല്ലെ ഒന്ന് മുട്ടിയതേയുള്ളൂ. കാതോർത്തിരുന്നതുപോലെ വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ മേനക. വെള്ളയണിഞ്ഞ സന്യാസിനിയല്ല, ചുവന്നു പട്ട ചുറ്റിയ പ്രഫുല്ല സൗന്ദര്യം. നീണ്ട ചുരുൾമുടി പിന്നിൽ വിടർന്നു പറക്കുന്നു. ഈ സൗന്ദര്യം ഒരു 50-കാരിയുടേതല്ല, ഏറിയാൽ 26. മേനയെക്കുറിച്ച് കേൾക്കുന്ന കഥകളിൽ പലതും കളവാണെന്ന് ചിന്തുവിന് തോന്നി. അസാമാന്യ സൗന്ദര്യമുള്ള ഒരു സാധാരണ യുവതി മാത്രമാണിവൾ. പെട്ടെന്ന് മേനക ചുരുട്ടിപ്പിടിച്ച തന്റെ വലങ്കൈ ചിന്തുവിന്റെ നേർക്ക് നീട്ടി. പിന്നെ സാവധാനം ആ കൈത്തലം വിടർത്തി. ആ കൈത്തലത്തിൽ ചിന്തുവിന്റെ സ്വർണ്ണ ആലില. ചിന്തു ആ ആലിലെടുത്തതു മേനക മെല്ലെ പിന്നിലേക്ക് നീങ്ങി. പിന്നെ ശക്തിയിൽ പൂമുഖവാതികൾ കൊട്ടിയടച്ചു. മുഖത്തടിയേറ്റതുപോലെയാണ് ചിന്തുവിന് തോന്നിയത്. അവൻ അല്പസമയം കഴിഞ്ഞ് വാതിൽക്കൽ സ്തബ്ധനായി നിന്നു. ഇത്തരമൊരു അപമാനമുണ്ടാകുമ്പോൾ കാർക്കിച്ചു തുപ്പിയിട്ട് തിരിഞ്ഞു നടക്കുകയാണ് വേണ്ടത്. പക്ഷേ ചിന്തുവിന് അത് സാധ്യമായിരുന്നില്ല. എങ്ങനെയാണ് തന്റെ മാലയിലെ സ്വർണ്ണ ആലില മേനകയുടെ കയ്യിലെത്തിയതെന്നറിയണം. അതേക്കുറിച്ച് അവൾ പറഞ്ഞതേയില്ല. ആ ആലില തേടിയാണ് താൻ വന്നതെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് കാത്തു നിന്നതുപോലെ വാതിൽക്കൽ എത്തിയ ഉടൻ അത് തിരിച്ചേൽപ്പിച്ചത്. മറ്റുള്ളവരുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ മുഴുവൻ വ്യക്തമായും അറിയാൻ മേനകയ്ക്ക് കഴിയുന്നു. പരഹൃദയജ്ഞാനം എന്ന് കേട്ടിട്ടേയുള്ളൂ. അത്തരമെന്തോ സിദ്ധി മേനകയ്ക്കുണ്ടാകാം. ശത്രുവിന്റെ നീക്കങ്ങളെ മുൻകൂർ മനസ്സിലാക്കി അയാളെ തോൽപ്പിക്കാനുള്ള സകല കരുതലും എടുക്കുന്നു. ശത്രുവിന്റെ കയ്യിലെ ആയുധങ്ങളെ നിർവീര്യമാക്കാൻ പോകുന്ന മറുമരുന്നുകൾ മേനക സൂക്ഷിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ കാട്ടാൻ മിടുക്കിയാണ്. എന്നാൽ അതൊന്നും അത്ഭുതങ്ങളായിരുന്നുവില്ലെന്ന് അടുത്ത നിമിഷം തന്നെ സമർത്ഥിക്കുകയും ചെയ്യും. പെട്ടെന്നതാ വീണ്ടും വാതിൽ തുറക്കപ്പെട്ടു. ചിന്തു ഒരു ഞെട്ടലിൽ നോക്കി. മുന്നിൽ നിൽക്കുന്നത് മീനാക്ഷി അമ്മ എന്ന കറുപ്പമ്മയാണ്. എന്തേ? പുരികം ചൊളിച്ചുകൊണ്ട് അവർ ചോദിച്ചു. മേനക ഉണ്ണി കുളിമുറിയിലാണെന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്തോളൂ, കാണാവുന്നതാണെങ്കിൽ അകത്ത് കയറിയിരുന്നോളൂ.
കറുപ്പമ്മ അപ്രത്യക്ഷയായി. ചിന്തു സാവധാനം അകത്ത് കടന്നു. സ്വീകരണ മുറിക്ക് മാറ്റമൊന്നുമില്ല. അകവാതിൽക്കൽ തൂങ്ങുന്ന തൂക്കുവിളക്കിൽ ഒരൊറ്റത്തിരി എരിയുന്നുണ്ട്. കതകുകളിലെ അരിമാവിൽ മുക്കി പതിച്ച വിരലടയാളങ്ങൾ അതേപടിയുണ്ട്. തറയിലെ ചിത്രകമ്പളത്തിനും മാറ്റമില്ല. വീട്ടിത്തടിയിൽ പതിഞ്ഞ വട്ടമേശയിൽ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ദിനപത്രങ്ങളും വാരികകളും മാഗസിനുകളും. ആ കൂട്ടത്തിൽ കല്യാണി ജോലി ചെയ്യുന്ന സമയമാഴ്ച പതിപ്പുമുണ്ട്. സമയത്തിലെ പേജിൽ മേനകയുടെ കവിത, മേഘസംഗീതം. ചിന്തു ആ വരികളിലൂടെ കണ്ണോടിച്ചു. തനിച്ചായ ഒരു മനസ്സും ജീവിതവും. അതിന്റെ വിങ്ങലും വേദനയുമാണ് വരികളിൽ. അസാധാരണ ചിന്തകളൊന്നും ചുരുളളയുന്നില്ല. പൊടുന്നനെ പാദസരങ്ങളുടെ കിലുക്കം, കോണിയിറങ്ങി വരുന്ന തുടുത്ത പാദങ്ങൾ, 2 വെൺപ്രാക്കളെ പോലെ നഗ്നമായ കണ്ണങ്കാലുകൾ. അവയിലെ നീലഞരമ്പുകൾ വ്യക്തമാണ്. ചിന്തു ആ നഗ്നമായ കണ്ണങ്കാലുകളിലേക്ക് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. കാൽമുട്ടുകളെ തൊട്ടുരുമ കറുത്ത കരയൻ പുടവ. അത് മടക്കി ഉടുത്തിരിക്കുകയാണ്. ബ്ലൗസിനു പകരം കറുത്ത കരയൻ നേരിയതുകൊണ്ട് മാറുമറിച്ചിരിക്കുന്നു. മാധവവും മനോഹരമായ അഴക് മുക്കാലും നഗ്നമാണ്. കഴുത്തിൽ ഇറുകിക്കിടക്കുന്ന പാലയ്ക്കാമാല, വെള്ളമിറ്റി വീഴുന്ന നീണ്ട ചുരുൾമുടി വലതു ചുമലിലൂടെ മുന്നിലേക്കിട്ടിരിക്കുന്നു. ആ മുടിയെ തഴുകി പിടിച്ച വലക്കൈ തട്ടയിൽ ഒരു ഓട്ടുവള. ഏതോ പഴയ യുഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സുന്ദരി. വലതു ചുമലിലേക്ക് മുടി മാതി ഒതുക്കിയിരുന്നതിനാൽ ആ ഇടത് കാത് വ്യക്തമായി കാണാം. അതിൽ പഴയതരം ഓല. അടുത്ത കാലത്ത് നഗരത്തിൽ സംഘടിപ്പിച്ച പഴയകാല ആഭരണങ്ങളുടെ പ്രദർശനത്തിൽ ഈ ഓല കണ്ടതായി ഓർക്കുന്നു. ഹലോ ചിന്തു. ചിന്തുവിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് മേനക ശബ്ദിച്ചു. പിന്നെ കിലികിലെ ചിരിച്ചു. കുളിമുറിയിൽ നിന്ന് വേഷം പോലും മാറ്റാതെ ഓടി വരികയാണ് ഞാൻ. ചിന്തു അന്വേഷിച്ചു വന്നുവെന്നറിഞ്ഞപ്പോൾ കുളിമുറിയിൽ നിന്ന് വേഷം മാറ്റാതെ വന്നതല്ല, വളരെ സമയമെടുത്ത് ഇത്തരത്തിൽ വേഷം കെട്ടി വന്നിരിക്കുകയാണ് തന്നെ ഇളക്കാൻ. അളന്നളന്ന് ചിന്തു അവളെ നോക്കി. അല്പം മുമ്പ് ചുവന്ന പട്ടണിഞ്ഞ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ഇതേ സുന്ദരി തന്നെയല്ലേ? എന്നിട്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ഭാവമില്ല. അതോ ചുവന്ന പട്ടണിഞ്ഞ സുന്ദരി മറ്റാരോ ആണെന്ന് തന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണോ? തന്നെ ഭ്രാന്തി പിടിപ്പിക്കാൻ? ചിന്തു കൈത്തലം വിടർത്തി നോക്കി. മേനക തന്ന സ്വർണ്ണ ആലില അതേപടി കയ്യിലുണ്ട്. മറ്റൊരു ഇന്ദ്രജാലം ഉപയോഗിച്ച് അത് വീണ്ടും തന്നെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തുപോയി എന്നായിരുന്നു പേടി. ഏതായാലും അത് ചെയ്തില്ല. കുളിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ചിന്തു മേനകയോട് ചോദിച്ചു. അതെ. അപ്പോ അല്പം മുൻപ് എന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ആ സ്വർണ്ണ ആലില തന്നതും നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടുടനെ എന്തിനു കുളിക്കാൻ പോയി? എന്നെപ്പോലൊരു അധികൃതനെ കണ്ടപ്പോൾ എന്തെങ്കിലും അശുദ്ധി സംഭവിച്ചിരിക്കുമോ? മേനകയുടെ കണ്ണുകളൊന്ന് ആളിക്കത്തി. വീണ്ടും ഇപ്പോൾ കണ്ടപ്പോ ആദ്യം കാണുന്ന ഭാവം. മുൻപ് കണ്ട കാര്യം ഞാൻ ഇത്ര ഇടിപിടിയെന്ന് മറന്നുവെന്ന് കരുതിയോ? അതോ മുൻപ് കണ്ടത് മറ്റാരെങ്കിലുമാണെന്ന് ഞാൻ സമാധാനിച്ചോളുമെന്ന് വിചാരിച്ചോ? ഒരുപക്ഷെ ഞാനൊരു ഭ്രാന്തനാണെന്ന് നനച്ചിട്ടുണ്ടാവും. ഭ്രാന്തി പിടിക്കാതെ നോക്കേണ്ടത് ചിന്തുവിന്റെ കടമയാണ്. ഗോപാലപുരത്തെത്തുന്നവരോട് പലരും പലതും പറഞ്ഞു എന്ന് വരും. ചിന്തുവിനെ പോലുള്ളവർ അത്ഭുതകഥകൾ പറയുന്നവരുടെ അടുത്തേക്ക് കാതുകൊണ്ട് ചെല്ലുകയും ചെയ്തു. സാരമില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അത്യാവശ്യം വേണ്ടതായ ഗുണം അത് തന്നെയാണിത്, ഈ അന്വേഷണത്വര. പക്ഷേ ഭ്രാന്തി പിടിക്കാതെ നോക്കണം. ഒരു താക്കീത് പോലെയായിരുന്നു അവളുടെ അവസാന വാചകം. ചിന്തിയിരിക്കൂ, ഞാൻ ഈ വേഷമൊന്ന് മാറ്റട്ടെ. മേനക മുകളിലേക്ക് ഓടി. ഭംഗിയുള്ള ആ പാദങ്ങൾ നൃത്തം വെച്ച് മുകളിലേക്ക് ഓടിക്കയറുന്നത് നോക്കി ചിന്ത നിന്നു. ഇവളുടെ വയസ്സെത്ര? 50-ലധികം ആയിട്ടുണ്ടാവുമെന്നാണ് രവിവർമ്മ തമ്പുരാൻ പറഞ്ഞത്. മേനക സൂചിപ്പിച്ചതുപോലെ അത്ഭുത കഥകൾ പറയുന്നവരുടെ അടുത്തേക്ക് കാതും കൊണ്ട് ചെല്ലുകയാണോ താൻ? തമ്പുരാൻ പറഞ്ഞ മേനക ഉണ്ണി ഇതായിരിക്കില്ല, തീർച്ച. എത്ര കൂടിയാലും ഇവൾക്ക് ഒരു 30-ലധികം ഇല്ല. ആ മുഖം, അംഗങ്ങൾ എല്ലാം അത് ഉറപ്പാക്കുന്നു. ആ ലാവണ്യത്തോടൊപ്പം വേഷഭൂഷികൾ കൂടിച്ചേരുമ്പോഴുള്ള തിളക്കം ഏത് പുരുഷനെയാണ് വശീകരിക്കാതിരിക്കുക? ഇനിയും ഏത് വേഷത്തിലാകും മേനക പ്രത്യക്ഷപ്പെടുകയെന്ന് ചിന്ത ആലോചിച്ചു നോക്കി. കുറെ മുൻപ് ചുവന്ന പട്ടിൽ വെളിച്ചപ്പെട്ട മേനക പെട്ടെന്ന് കുളിപ്പുരയിൽ കയറിയത് എന്തിനാകുമോ? ചോദിച്ചാൽ പറയില്ല. അന്യരുടെ രഹസ്യം ചോർത്തുകയല്ലാതെ സ്വന്തം കാര്യങ്ങൾ പങ്കിടുന്ന ശീലം ഇവൾക്കില്ലല്ലോ. മുകളിലേക്ക് വരാൻ പറഞ്ഞു. കോണിപ്പടിയിൽ കറുപ്പമ്മയുടെ ശബ്ദം. അവരുടെ താടിയിലെ വെളുത്ത രോമങ്ങളിൽ ചിന്തുവിന്റെ നോട്ടം തടഞ്ഞു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ
അവരിൽ നിന്ന് നോട്ടമെടുക്കാതെ ചിന്തു എഴുന്നേറ്റു. സാവധാനം പടിക്കെട്ടുകൾ കയറി. കോണി ചെന്ന് കയറുന്നത് ഒരു ഇടനാഴിയിലേക്കാണ്. കറുപ്പമ്മ മുൻപേ നടന്നു, പിന്നാലെ ചിന്തു. ശ്രീകോവിലിന്റെ ആകൃതിയുള്ള പൂജാമുറിയുടെ കവാടത്തിലേക്കാണ് ചിന്തുവിനെ കറുപ്പമ്മ നയിച്ചത്. അകത്തുനിന്ന് കർപ്പൂരത്തട്ടുമായി മേനക ഇറങ്ങി വന്നു. അവൾ വേഷം മാറ്റിയിരുന്നു. കർപ്പൂര ദീപത്തിന്റെ ജ്വാലയിൽ മേനകയുടെ നേരിയതിന്റെ കസവുകരയും നെറ്റിയിലെ മുക്കുട്ടിച്ചാന്തം തിളങ്ങി. ആ മാലയിലെ സ്വർണ്ണ അലീല എങ്ങനെ എന്റെ കൈവശമെത്തി എന്നതല്ലേ ചിന്തുവിന്റെ ഇന്നത്തെ പ്രധാന സംശയം. കർപ്പൂര ദീപം ആവായിച്ച് കണ്ണിൽ വെക്കുന്ന ചിന്തുവിനോട് മേനക ചോദിച്ചു. കേട്ടോളൂ, കഴിഞ്ഞ ദിവസം ചിന്തുവിന്റെ മാലയുടെ കൊളുത്തിൽ നിന്ന് താഴെ ഹാളിൽ യൂരി വീണതായിരുന്നു ആ ആലില. ചിന്തു പോയ ശേഷമാണ് അതെന്റെ കണ്ണിൽപ്പെട്ടത്. ഞാനത് തിരിച്ചേൽപ്പിച്ചു. ദാറ്റ്സ് ഓൾ. പിന്നെ പെട്ടെന്ന് വാതിലടച്ചതിന്റെ കാരണം പുരുഷന്മാരെ വശീകരിക്കുന്ന ഒരു സുന്ദര യക്ഷിയായി ചിന്തുവിനെ തെറ്റിദ്ധാരിക്കാതിരിക്കാൻ. ചിന്തുവുമായി കൂടുതൽ ഇടപാടൊന്നും പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് ആരെയും സ്നേഹിക്കാൻ വയ്യ, ആരോടും പരിചയപ്പെടാൻ ആഗ്രഹമില്ല. ഓരോ പരിചയവും ഓരോ ദുഃഖമാണ്. അതുകൊണ്ട് ഞാൻ കുളിമുറിയിൽ കടന്ന് ഷവറിന് കീഴെ നിന്നു. എന്നാൽ ചിന്തു പോകാതെ പുറത്ത് കാത്തു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഓടി വന്നു. ഈ മുഖം എന്റെ ജീവിതത്തിലെ ഏതോ പ്രിയപ്പെട്ട ഒരു മുഖത്തെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാവാം. മേനകയുടെ സ്വരമിടറി. കാറ്റിൽ തുറന്നു വെച്ച കർപ്പൂരം പോലെ ചിന്തു മെല്ലെ അലിയാൻ തുടങ്ങി. എന്നിട്ടും മനഃപൂർവ്വം തർക്കിച്ചു. ഈ പറഞ്ഞതെല്ലാം നുണയല്ലേ? മനഃപൂർവ്വമായി നിങ്ങൾ ആ സ്വർണ്ണ അലില അപഹരിച്ചതാണ് എന്നെ വീണ്ടും ഇവിടെ വരുത്താൻ. ഗോപാലപുരത്തെ അപവാദ പ്രചാരകരുടെ വാക്കുകളിൽ ചിന്തു വീണുപോയി. സാരമില്ല, ചിന്തുവിന് എങ്ങനെയും വിശ്വസിക്കാം. എന്നെ നിങ്ങൾ എന്തായി കരുതുന്നോ അതായി ഭാവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോ ആ സ്വർണ്ണ അലില നിങ്ങൾ അപഹരിച്ചതല്ല? ആ സ്വർണ്ണ അലില ചിന്തു ഇവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണെന്ന് എനിക്ക് വേണമെങ്കിൽ സംശയിക്കാം, വീണ്ടും ഇവിടെ വരാനായി ഒരു കാരണം സൃഷ്ടിക്കാൻ. പക്ഷേ ഞാൻ അങ്ങനെ സംശയിക്കില്ല. ആളുകളെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കാഴ്ചപ്പാടിലൂടെയാണ്, അന്യന്റെ നാവിലൂടെയല്ല. ഗോപാലപുരംകാരുടെ വർണ്ണനകളിലൂടെ ഞാൻ യക്ഷിയായി, പിശാചായി, വരദായിനിയായി, ദേവിയായി. ചിലർ എന്നെ ഭയന്നു, ചിലർ കാഞ്ഞിര പലകയിൽ മുള്ളാണി കൊണ്ട് തറച്ചു, ചിലർ പൂജിച്ചു. വിശ്വസിക്കാനാവുമെങ്കിൽ ചിന്തി വിശ്വസിക്കൂ, ഞാനൊരു സാധു മനുഷ്യപ്പെണ്ണാണ്, ജീവിതത്തിൽ എങ്ങനെയോ ഒറ്റപ്പെട്ടു പോയവൾ. യഥാർത്ഥ പേര് മേനക എന്ന് വിളിച്ചോളൂ. വയസ്സ് 27. നക്ഷത്രം ചിത്തിര. ഒരു പൗർണമി രാവിലാണത്ര ഞാൻ ജനിച്ചത്. ജനനസ്ഥലം ദില്ലിയിൽ കൊണാട്ട് പ്ലേസ്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നില്ല, സഹോദരങ്ങളില്ല. മീനാക്ഷിയമ്മയെ ഞാൻ ശമ്പളത്തിന് കൂടെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ ഭൂമിയിൽ ഒരാളെങ്കിലും എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേനക ചിന്തുവിന്റെ നെഞ്ചിലേക്ക് കുഴഞ്ഞു വീണു. പനിനീരിന്റെ സൗരഭ്യവും നിലാവിന്റെ കുളിരും പൂവിതളിന്റെ മാർദ്ദവുമുള്ള സ്ത്രീശരീരം. അവൾ കരയുകയായിരുന്നിട്ടും വിലക്കുകൾ ലംഘിച്ചു ചിന്തുവിന്റെ ദേഹം പലകുറി കോരിത്തരിച്ചു. നിമിഷങ്ങൾ ഇറന്നിറന്ന് വീണു, പൂവിതളുകൾ കൊഴിയുന്നത് പോലെ. അഭൗമമായ ആ സൗരഭ്യത്തിൽ അലിഞ്ഞു പോയിരുന്നു ചിന്തു. അതിന്റെ പാരമ്യത്തിൽ അവന്റെ കൈകളിൽ മേനക. പെട്ടെന്ന് അവൾ തെന്നിമാറി. ചിന്തുവിനും പരിസരബോധമുണ്ടായത് വളരെ പെട്ടെന്നാണ്. അല്പം അകലെ മീനാക്ഷിയമ്മ എന്ന കറുപ്പമ്മ സ്തബ്ധയായി നിൽക്കുന്നു. ഐ എം സോറി. കുനിഞ്ഞ ശിരസോടെ വെറിയാർന്ന സ്വരത്തിൽ മേനക അറിയിച്ചു. സോറി പറയേണ്ടത് ആരാണെന്ന് ചിന്തുവിന് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ താനായിരിക്കാം. മേനകയെ താൻ കൈകളിൽ ഓമനിക്കുകയായിരുന്നോ? ഒരു ചെറുപ്പക്കാരന്റെ കൈകളിലേക്കാണ് സൗന്ദര്യത്തിന്റെ നിറകുടമായ ഒരു പെണ്ണ് വന്നുപെട്ടാലുള്ള കേവലമായ അവസ്ഥ. വെറും ഒരു പെണ്ണായിരുന്നോ മേനക? അല്ലേ? അതെയോ? നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവൾ. വളരെ കുറഞ്ഞ പക്ഷം 50 വർഷങ്ങളെങ്കിലും ഒരു പക്ഷേ തന്റെ അമ്മയുടെ പ്രായമുള്ളവൾ, അല്ലെങ്കിൽ അതിലും അധികമാവാം. എന്നാൽ അവൾ പറഞ്ഞത് 27 വയസ്സേ ആയുസുള്ളൂ എന്നാണ്. അപ്പോഴും തന്നെക്കാൾ ഒരു വയസ്സിന് മൂപ്പുണ്ട് മേനകയ്ക്ക്. 27. യഥാർത്ഥത്തിലും അത്രയുമേ മതിക്കും. എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്? പെട്ടെന്ന് ചിന്തു മേനകയോട് ചോദിച്ചു. മേനകയുടെ മുന്നിൽ നിവർന്നു നിൽക്കാൻ അവൻ അങ്ങനെയൊരു ഊന്നുവടിയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ താങ്ങെങ്കിലും. ഞാൻ വിളിപ്പിച്ചുവോ? മേനക അമ്പരപ്പ് കാട്ടി. കിലോമീറ്ററുകൾ താണ്ടി ചിന്തു എന്നെ തേടി വന്നത് ഞാൻ വിളിപ്പിച്ചിട്ടോ? കിലോമീറ്ററുകൾ താണ്ടി വന്ന കാര്യമല്ല പറഞ്ഞത്, ഈ ഇടനാഴിയിലേക്ക് എന്നെ വിളിപ്പിച്ചതിനെ പറ്റിയാണ്. ഓ, അത്. ഒരു വെള്ളിച്ചിലങ്ക ആ മിന്നുത്ത തറയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെയായിരുന്നു ആ ചിരി. പെട്ടെന്ന് തന്നെ അതിന്റെ അലകൾ ഒതുങ്ങുകയും ചെയ്തു.
ചിന്തുവിന് ഇവിടമെല്ലാം കാണണ്ടേ? ഈ കൊട്ടാരക്കെട്ടിനകം എല്ലാം കാണുന്നതിനായല്ലേ വന്നത്? എന്റെ രഹസ്യങ്ങൾ പഠിക്കുന്നതിനായി. യു ആർ ഫ്രീ. എല്ലാം കണ്ടോളൂ, എല്ലാം മനസ്സിലാക്കിക്കോളൂ. തിരിച്ചു പോകുമ്പോഴെങ്കിലും ഉള്ളിൽ സംശയമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. മേനക മനുഷ്യ സ്ത്രീ തന്നെയോ അതോ അതിനുമപ്പുറം എന്തെങ്കിലുമോ എന്ന് ചിന്തുവിന്റെ ശിരസ് താണു. മേനകയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ചോദ്യങ്ങൾക്കെല്ലാം അവൾ തന്റെ തിരുനെറ്റിയിൽ തന്നെ മറുപടി കൊണ്ട് കൊത്തുന്നു. മയക്കി ആ കാൽച്ചൂട്ടിലേക്ക് വീഴിക്കുന്നു. സത്യത്തിൽ ആളുകൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ മുമ്പൊരിക്കലും എനിക്കതിൽ വിഷമം തോന്നിയിട്ടേയില്ല. ഇടനാഴിയുടെ ഒരു ജനലരികിലെത്തി അകത്തെ മുറിയുടെ ഇരുളിലേക്ക് നോക്കിക്കൊണ്ട് മേനക പറഞ്ഞു. തന്നോട് തന്നെയാണ് അവർ പറയുന്നതെന്ന് ചിന്തുവിന് തോന്നി. അല്ലെങ്കിൽ ആളുകളുടെ തെറ്റായ ധാരണയെ ഞാൻ എനിക്കുള്ള ഒരു കവചമായി ഉപയോഗിച്ചു. എന്റെ യഥാർത്ഥ മുഖം ഞാൻ ഒളിച്ചു വെച്ചു. അതൊരു പക്ഷേ ആരും കണ്ടില്ല എന്നതാവാം സത്യം. ഏതായാലും എന്നിലെ എന്നെ എനിക്ക് സൗകര്യമായി ഒളിച്ചു വെക്കാൻ കഴിഞ്ഞല്ലോ. എന്നെ അവർ മന്ത്രവാദിനിയെന്നും സന്യാസിനിയെന്നും യക്ഷിയെന്നും കാലാതീതയായ പിശാചിനിയുമെല്ലാം പ്രചരിപ്പിച്ചു. സാരമില്ല, ഞാൻ അതൊന്നുമായിരുന്നില്ലല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ എന്താണോ അതവർ കണ്ടുപിടിക്കുകയും ചെയ്തില്ല. അതാണ് എന്റെ ആശ്വാസം. അതുകൊണ്ട് ഞാൻ അവരുടെ ധാരണകളെ തിരുത്തിയില്ല. മാത്രമല്ല അവരുടെ ധാരകൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. എന്റെ വീട്ടിനുള്ളിൽ സദാ പൂജകൾ നടന്നുകൊണ്ടിരുന്നു. മേനക കാലാതീതയും അത്ഭുതകാരിയുമെന്ന് നടിക്കുകയും ചെയ്തു. പ്രച്ഛന്ന വേഷങ്ങൾ അണിഞ്ഞ് അവരെ വിസ്മയിപ്പിക്കാനും മടിച്ചില്ല. അപ്പോൾ അതൊന്നും സത്യമായിരുന്നില്ലേ? ചിന്തു ചോദിച്ചു. ഏതൊന്നും? മേനക കാലാതീതയായി നിലനിൽക്കുന്നവളാണെന്ന്. അതെയോ? ചിന്തു പറയൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യം പറയാമല്ലോ, എനിക്ക് നിങ്ങളെ തീരെ മനസ്സിലാകുന്നില്ല. അത് മോശം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്ര കഴിവുകെട്ടവനായാലോ? പോലീസ് ഉദ്യോഗസ്ഥനോ? അതെ, സബ് ഇൻസ്പെക്ടർ ചിന്തു പ്രസാദ്. നിങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കി? ചിന്തുവിന്റെ ശരീരത്തിൽ വല്ലാത്തൊരു വിറയൽ രൂപം കൊണ്ടു. ചിന്തുവിനെ എനിക്ക് മനസ്സിലായി. ആരും ചോദിക്കാതെ തന്നെ, തിരക്കി അലയാതെ തന്നെ. എന്നാൽ ചിന്തു എന്നെക്കുറിച്ച് ഒരുപാട് തിരക്കിയല്ലോ. എന്റെ വീടിന്റെ അകമുറിയിൽ വരെ എത്തി. എന്നിട്ടും ചിന്തുവിന് എന്നെക്കുറിച്ചൊന്നും മനസ്സിലായില്ല. കാരണം ഞാൻ എന്താണ് പറയേണ്ടത്? അല്ല, അത്രയ്ക്കെന്നെ ചെറുതാക്കണ്ട. എങ്കിൽ ഞാൻ മനുഷ്യസ്ത്രീ അല്ലെന്നാവാം. അതെ. ഓ ചിന്തു, നിങ്ങളെങ്കിലും അങ്ങനെ പറയാതിരിക്കൂ. ഒരാളെങ്കിലും എന്നെ ഒരു മനുഷ്യസ്ത്രീയായി കരുതൂ. ചില നേരത്ത് എന്റെ മീനാക്ഷിയമ്മ പോലും എന്നെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ചിന്തു, നീയെങ്കിലും. നീ എന്ന് വിളിച്ചത് ഒരു പക്ഷേ ചിന്തുവിന് എന്നേക്കാളും ഒരു മാസത്തിനെങ്കിലും പ്രായക്കുറവുണ്ടായേക്കാം എന്ന വിചാരത്തിലാണ്. ഫോർമാലിറ്റിക്ക് വേണ്ടി ചിന്തുവിനെ നിങ്ങൾ എന്ന് വിളിക്കാൻ എനിക്കിഷ്ടമല്ല. പ്രായം വിടൂ. ഒരേ ഒരു ചോദ്യം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതുമാത്രമേ എനിക്കറിയേണ്ടൂ. പറയാം. ചിന്തു ശാന്തനാകൂ. ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. മുമ്പൊരിക്കൽ ചിന്തു ഇവിടെ വന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. ആ സ്വർണ്ണാലിലെ കളഞ്ഞുപോയ ദിവസം. അന്ന് ചിന്തു എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശൈലി തോന്നി. തമാശയ്ക്ക് ഞാൻ അതേപറിച്ച് പരാമർശിച്ചപ്പോൾ ചിന്തു അമ്പരക്കുകയാണ് ചെയ്തത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ചിന്തുവിന്റെ ചോദ്യം. അത്രയും മതിയല്ലോ. ചിന്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം എനിക്ക് തീർച്ചയായി. അതോടെ ഞാൻ ചിന്തുവിനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. SIയോ CAയോ എന്ന തിരച്ചിലിൽ ഒരു CA ചന്തുപ്രസാദിന്റെ മേൽവിലാസം കൂടി കിട്ടി. ഫോൺ നമ്പറും. ഒടുവിൽ CI ചന്തുപ്രസാദും SI ചിന്തുപ്രസാദും ഏട്ടനും അനുജനുമാണെന്ന് മനസ്സിലായി. മന്ത്രവാദമൊന്നുമല്ല, ഈ മുറിക്കുള്ളിലിരുന്ന് മനസ്സിലാക്കിയതാണ്. കുറേ വട്ടം ടെലിഫോൺ നമ്പർ കറക്കി. ഡയറക്ടറിയും സഹായിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു. ശരിയല്ലേ? CI ചന്തുപ്രസാദിന്റെ അനുജൻ SI ചിന്തുപ്രസാദ്. അപ്പോൾ എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതൊരു ആനമടയത്തരമായിരിക്കില്ലേ? ആർക്കാരെക്കുറിച്ചാണ് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുക? മേനകയുടെ മുഖത്ത് പൊടുന്നനെ വിഷാദം ചേക്കേറി. ഒരു ഉരുളൻ തൂണിൽ മുഖം ചേർത്ത് വെച്ച് അവൾ അകലെ എവിടെയോ നോക്കി നിന്നു. യഥാർത്ഥത്തിൽ ആരും ആരെയും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പലർക്കും പലരോടും ഒത്തുപോകാനും കഴിയില്ല. ഒരു കൂരയ്ക്ക് താഴെ ഒരേ കിടക്കയിൽ ശരീരവും ഒട്ടിച്ചു വെച്ച് ഉറങ്ങുന്നവർ പോലും പലപ്പോഴും പരസ്പരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. എത്രയോ കളറുകൾ മനസ്സിൽ നാം സൂക്ഷിക്കുന്നു. എത്രയോ ചതിയറകൾ. കണ്ടുപിടിച്ച അപരൻ നടുങ്ങി മരിച്ചു പോകുന്നവ. മേനക, ചിന്തു അറിയാതെ വിളിച്ചുപോയി. എന്തോ? അങ്ങേയറ്റം വിധേയഭാവത്തിൽ മേനക വിളി കേട്ടു. സോറി. പെട്ടെന്ന് ചിന്തു പറഞ്ഞു. എന്തിന്? പേര് വിളിച്ചതിന്.
എങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോളൂ. ഒരു ദിവസത്തിൻ്റെയെങ്കിലും മൂപ്പ് എനിക്കുണ്ടാവുമല്ലോ. ഒരു ദിവസത്തെയല്ല, കൃത്യം ഒരു വർഷത്തിന്റെ. അല്പം മുമ്പ് പറഞ്ഞ കണക്കനുസരിച്ച്. എങ്കിൽ ചേച്ചി എന്ന് വിളിക്കാമല്ലോ. നോ, ആ സങ്കല്പം എനിക്ക് കുറെ കൂടി മഹനീയമാണ്. ചേച്ചി എന്ന് ഓർമ്മിക്കുമ്പോൾ ഏടത്തിയമ്മയാണ് എന്റെ മുന്നിലെത്തുന്നത്. എന്റെ ചന്തുവേട്ടന്റെ ഭാര്യ, എന്റെ ഏടത്തിയമ്മ. 2 വയസ്സിന്റെ മൂപ്പയുള്ളുവെങ്കിലും മോനെ എന്നാണ് ഏടത്തിയമ്മ എന്നെ വിളിക്കുന്നത്. അതാണ് എന്റെ ഏടത്തിയമ്മ. അവരെന്റെ അമ്മയാണ്. ചിന്തുവിന്റെ സ്വരമിടറി. എങ്കിൽ പിന്നെ എന്നെ ഏത് രൂപത്തിലാണ് ചിന്ത കാണുന്നത്? എന്തു രൂപം? ഒന്നുമില്ല. ഏതോ ഒരു സിനിമാ നടിയുടെ ചിത്രം പോലെ, അല്ലെങ്കിൽ അത്രയൊന്നും മെച്ചമല്ലാത്ത ഒരു പെയിന്റിംഗ് പോലെ. ചിന്തു മനഃപൂർവ്വമായിരുന്നു അങ്ങനെ പറഞ്ഞത്. മേനകയുടെ മുഖം വല്ലാതെ വിളറി. ചുണ്ടുകളിൽ അറിയാതെ ഒരു വിതുമ്പൽ കോടി. പെട്ടെന്ന് അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. ചിന്തു ഇടനാഴിയിലൂടെ തിരിഞ്ഞു നടന്നു. പടിക്കെട്ടുകൾ ഇറങ്ങി. പ്രധാന വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. തൊട്ടുപിന്നിൽ മേനകയുണ്ട്. അവളുടെ നിശ്വാസം അവന്റെ ചുമലിൽ തട്ടി. ഞാൻ പോകുന്നു. ആലില തിരിച്ചു തന്നതിന് നന്ദി, ചിന്തു പറഞ്ഞു. ഇനിയും വരില്ലേ? മേനക ചോദിച്ചു. എന്തിന്? പലയിടത്തും പല വേഷത്തിലും തരത്തിലും മന്ത്രവാദിനികളും പ്രച്ഛന്ന വേഷധാരികളും ജീവിച്ചിരിക്കുന്നു. അവരെ ആരാധിക്കാനും ആളുകളുണ്ടാവാം. ഏതായാലും ഞാൻ ആ ഭ്രമം വിട്ടു. മിടുക്കൻ. മേനക പുഞ്ചിരിച്ചു. പക്ഷെ അപ്പോഴും ആ ചുണ്ടുകൾ വിതുമ്പലിൽ വിറച്ചു. ചിന്തു അത് കണ്ടതായി നടിക്കാതെ പുറത്തു കടന്നു. ഈ സ്ത്രീ തന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. ഇവൾ തന്നെ കാൽച്ചുവട്ടിൽ തളച്ചിട്ട് കളയും. അതു പാടില്ല. കല്യാണിയോട് വഞ്ചന ചെയ്യാൻ വയ്യ. ചിന്തു തിടുക്കത്തിൽ ഒതുക്കുകൾ ഇറങ്ങി. പെട്ടെന്ന് മേനക അറിയിച്ചു. ഇനി ചിന്തു വരില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം ചിന്തുവിനുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം. അടുത്ത നിമിഷം മേനക തിരിഞ്ഞോടി. പടിക്കെട്ടുകൾ ഓടിക്കയറുമ്പോൾ ആ കാലിലെ കൊലുസുകൾ നിർത്താതെ കരഞ്ഞു. ആ കരച്ചിൽ നിൽക്കുന്നതിനായി ചിന്തു പുറത്ത് കാത്തുനിന്നു.